ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മൾ ആരാധനാ വർഷത്തിലെ രണ്ടാമത്തെ ആഴ്ചയായ ഹൂദോ സീത്തോ ഞായറാഴ്ചയിലേക്ക് കടന്നു വന്നിരിക്കുകയാണല്ലോ. ഇന്നത്തെ നമ്മൾ വായിക്കുന്നതായ എവങ്കേലിയോൻ വിശുദ്ധനായ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 39 വരെയുള്ള വാക്യമാണ്. വിശുദ്ധ യോഹന്നാൻ 10:22 തന്നെ നമ്മൾ കാണുന്ന വാക്യം, അനന്തരം യെരുശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു. അന്ന് ശീതകാലമായിരുന്നു. യേശു തമ്പുരാനും ദേവാലയത്തിൽ ശലോമോൻ്റെ മണ്ഡപത്തിൽ കൂടെ നടന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം യേശു തമ്പുരാൻ സ്വയം ദൈവമാണെന്ന് സാക്ഷീകരിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് യഹൂദന്മാരുടെ ഇടയിൽ വിവിധോന്മുഖങ്ങളായിട്ടുള്ള സംസാരങ്ങളുണ്ടാകുകയും ക്രിസ്തുവിനെ കല്ലെറിയാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ എന്താണ് പ്രതിഷ്ഠോത്സവം? ഹൂദോസ് ഈത്തോ എന്ന് വെച്ചാൽ തന്നെ, ഹൂദോസ് എന്ന് വെച്ചാൽ പ്രതിഷ്ഠ, ഈത്തോ എന്ന് വെച്ചാൽ സഭ, സഭയുടെ പ്രതിഷ്ഠ എന്നുള്ളതാണ്. എന്താണ് ഈ പ്രതിഷ്ഠോത്സവം? പുതിയ നിയമത്തിൻ്റെയും പഴയ നിയമത്തിൻ്റെയും കാലഘട്ടത്തിനിടയിൽ നടന്ന ഒരു ചരിത്ര സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ് യഹൂദന്മാർ പ്രതിഷ്ഠോത്സവം ആചരിക്കുന്നത്. ഏതാണ്ട് 170 BC-യിൽ ഗ്രീക്ക് രാജാവായിരുന്ന അന്ത്യോക്കസ് എപ്പിഫാനസ് യെരുശലേം ആക്രമിക്കുകയും യെരുശലേം ദേവാലയം നശിപ്പിക്കുകയും അവിടെ അവരുടെ ദേവൻ്റെ പ്രതിഷ്ഠ നടത്തുകയും പന്നിയെ ബലിയർപ്പിക്കുകയൊക്കെ ചെയ്തു. അന്നുണ്ടായ കലാപത്തിൽ ഏതാണ്ട് 80,000-ഓളം പേര് മരിച്ചു എന്നും അത്ര തന്നെ ആൾക്കാർ ബന്ധനസ്ഥരാക്കി പിടിക്കപ്പെട്ടു എന്നും നമ്മൾ കാണുന്നുണ്ട്. ഈ കാലഘട്ടത്തിലാണ് മർത്തശ്വൻ മുനിയും 7 മക്കളും ഒക്കെ കൊല്ലപ്പെടുന്നത്. ഇങ്ങനെ ദേവാലയം അശുദ്ധിയാക്കപ്പെട്ട് അത് വിജാതീയ മ്ലേച്ഛ വിഗ്രഹങ്ങൾ അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയം നാശോന്മുഖമായിട്ട് വിശുദ്ധി നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ ആയ ഒരു സാഹചര്യമുണ്ട്. എന്നാൽ 165 BC-യോടനുബന്ധിച്ച് യൂദാസ് മക്കാബിയരുടെ നേതൃത്വത്തിൽ ആ ദേവാലയം ഈ ഗ്രീക്ക് മേധാവിത്വത്തിൽ നിന്ന് പിടിച്ചെടുക്കുകയും അവിടെ വിജാതീയ വിഗ്രഹങ്ങളെയൊക്കെ മാറ്റിയിട്ട് ദൈവികമായിട്ട് അതിനെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ഈ പ്രതിഷ്ഠയെപ്പറ്റി 1 മക്കാബിയർ 4-ാം അധ്യായത്തിലും 2 മക്കാബിയർ 10-ാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. ഈ പ്രതിഷ്ഠാ പെരുന്നാൾ ഈ ചരിത്ര സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ് യഹൂദന്മാർ പ്രതിഷ്ഠോത്സവം നടത്തിയിരുന്നത്. റാബി പാരമ്പര്യത്തിലും മറ്റും ഇതെങ്ങനെ ആഘോഷിക്കണമെന്നുള്ളതിനെ പറ്റിയൊക്കെ കാണുന്നുണ്ട്. പ്രകാശത്തിൻ്റെ തിരുനാളായിട്ടും അവരിതിനെ കണക്കാക്കുന്നുണ്ട്. സിനഗോഗുകളിലും വീടുകളിലും ഒക്കെ ദീപാലങ്കൃതമൊക്കെ ആക്കുന്ന ഒരു രീതി അവർക്കുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേദപുസ്തക പാരമ്പര്യത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ പ്രതിഷ്ഠയെപ്പറ്റി നമ്മൾ കാണുന്നത്? ഒന്നാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ സമാഗമന കൂടാരത്തിൻ്റെ പ്രതിഷ്ഠ നമ്മൾ കാണുന്നുണ്ട്. ഈ യഹൂദന്മാർക്ക് മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള യാത്രയിലൊക്കെ താൽക്കാലികമായിട്ടുള്ള ദേവാലയ സംവിധാനമായിട്ട് കൂടാരങ്ങൾ, സമാഗമന കൂടാരങ്ങളൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. അത് പ്രതിഷ്ഠ നടത്തുന്നതായിട്ട് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിലാണ്. അവിടെ ശലോമോൻ രാജാവ് ദേവാലയ പ്രതിഷ്ഠ, യെരുശലേം ദേവാലയം സ്ഥാപിച്ച് അത് പ്രതിഷ്ഠ നടത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നീട് ഒരു പുനർപ്രതിഷ്ഠയായിട്ട് നമ്മൾ കാണുന്നതാണ് മക്കാബിയറുടെ പുസ്തകത്തിൽ കാണുന്ന, ഇപ്പോൾ നമ്മൾ കണ്ടതായ പ്രതിഷ്ഠോത്സവവുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രതിഷ്ഠ. യെരുശലേം ദേവാലയം വീണ്ടും വിജാതീയരാൽ അത് മലിനപ്പെട്ടപ്പോൾ അതിനെ വീണ്ടും ശുദ്ധീകരിക്കുന്ന, അതിനെ പ്രതിഷ്ഠിക്കുന്ന ഒരവസ്ഥ. സഭാചരിത്രത്തിൽ നമ്മൾ ഇതപ്രഥമമായിട്ട് കാണുന്നത് AD 314 ദക്ഷിണ ലെബനോനിലെ ടയറിലുള്ള ദേവാലയ പ്രതിഷ്ഠയാണ്. അതാണ് ഇതപ്രഥമമായിട്ട് നമ്മൾ കാണുന്നത്. അത് അവിടുത്തെ ബിഷപ്പായിരുന്ന പോളിനൂസാണ് അത് പ്രതിഷ്ഠ ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നത്. ഇതിനെപ്പറ്റി അന്നത്തെ സഭാചരിത്രകാരനായിരുന്ന യൗസേബിയോസ് ഒരു ദൃക്സാക്ഷി വിവരണം പോലെ നൽകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിയ എക്ലീസിയാസ്റ്റിക്ക എന്ന് പറയുന്ന പുസ്തകത്തിൽ.
ഒരു വിവരണം പോലെ കൊടുക്കുന്നുണ്ട്. ഇവർ സുഹൃത്തുക്കളായിരുന്നു. ഈ പോളിനോസും യൗസേബിയോസും സുഹൃത്തുക്കളായിരുന്നുകൊണ്ട് തന്നെ അവർ പരസ്പരം ഈ പ്രതിഷ്ഠാ പെരുന്നാളിൽ വിളിക്കുക ഇത് കണ്ട് വിശദീകരിക്കുന്ന ഒരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഡയോക്ലീഷ്യൻ രാജാവ് ഈ ദേവാലയം പിന്നീട് നശിപ്പിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചർച്ച് ഹിസ്റ്ററി നമുക്ക് കാണാവുന്ന ഇതപ്രഥമമായിട്ടുള്ള ഒരു ദേവാലയ പ്രതിഷ്ഠ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സന്ദേശം എന്താണ്? ഈ ഹൂദോസിത്തോ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നാമും പുനർപ്രതിഷ്ഠിക്കപ്പെടേണ്ടവരാണ് എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ പ്രതിഷ്ഠ കഴിഞ്ഞതാണ്. വിശുദ്ധ മാമോദീസായിലൂടെ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട് പ്രകാശവസ്ത്രം ധരിക്കപ്പെട്ട് വിശുദ്ധ മൂറോനിലെ മുദ്രയിലൂടെ നമ്മൾ പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആലയമായ നമുക്ക് ഇടയ്ക്കൊക്കെ ഈ പ്രതിഷ്ഠയുടെ ആ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് നമുക്ക് 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം വിലയ്ക്ക് വാങ്ങപ്പെട്ടതാണെന്ന് അറിയുന്നില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നതിന് പ്രകാരം നമ്മുടെ ശരീരം ഒരു ദേവാലയമാണ്. അത് പ്രതിഷ്ഠ നടത്തിയതാണ് വിശുദ്ധ മൂറോനിലൂടെ. എന്നാൽ അത് പുനർപ്രതിഷ്ഠ നടത്തേണ്ടതായ ചില സാഹചര്യങ്ങളിൽ നമ്മൾ വന്നുകൂടാ. അത് എപ്പോഴാണ്? മ്ലേച്ഛ വിഗ്രഹങ്ങൾ നമ്മളുടെ ശരീരത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുമ്പോഴാണ്. അല്ലെ മ്ലേച്ഛ വിഗ്രഹങ്ങൾ നമ്മൾ ആധിപത്യം പുലർത്തുമ്പോഴാണ്. മ്ലേച്ഛ വിഗ്രഹങ്ങളെന്ന് പറയുന്നത് കേവലം രൂപങ്ങളോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ ചില കടിഞ്ഞാണില്ലാത്ത മമതകളാകാം, അതിരുവിട്ട നമ്മുടെ ചില സംസാരങ്ങളാകാം, നമ്മൾ ദൈവത്തെക്കാൾ ഉപരിയായി എന്തിനെയൊക്കെ മുറുകെ പിടിക്കുന്നു അതെല്ലാം മ്ലേച്ഛ വിഗ്രഹങ്ങളാകാം. ചിലപ്പോൾ അത് ചില പ്രത്യയ ശാസ്ത്രങ്ങളാകാം. അപ്പം ഇതൊക്കെ കാരണം ദൈവ സാമീപ്യം നമുക്ക് നഷ്ടപ്പെട്ട് നമ്മുടെ പ്രതിഷ്ഠയുടെ വിശുദ്ധി നഷ്ടപ്പെട്ട് കാണും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളും ചിലയിടങ്ങളിൽ പുനർപ്രതിഷ്ഠിക്കപ്പെടേണ്ടവരാണ് എന്നുള്ളതാണ്. നമ്മളെല്ലാം പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ് ദൈവസന്നിധിയിൽ. എന്നാൽ ചിലയിടങ്ങളിൽ നമുക്ക് പുനർപ്രതിഷ്ഠ നടത്തണം. അതിനാണ് പാപമോചനവും വിശുദ്ധ കുമ്പസാരവും കൂദാശ ജീവിതവും ഒക്കെ സഭ ക്രമീകരിച്ചിട്ടുള്ളത്. പ്രതിഷ്ഠിക്കപ്പെട്ടതിനെ വീണ്ടും അഴുക്കായെങ്കിൽ പുനർപ്രതിഷ്ഠിക്കാനായിട്ടുള്ള അവസരം. ഈ പ്രതിഷ്ഠയുടെ ഒരു നല്ല ഒരു ദൈവവചനമായിട്ട് നമുക്ക് കാണാവുന്നത് 1 ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായം 14-ാം വാക്യമാണ്. ദാവീദ് ശലോമോനോട് ദേവാലയ നിർമ്മാണത്തിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ച് അതിനുശേഷം അദ്ദേഹം അല്ലല്ലോ ദേവാലയം നിർമ്മിക്കുന്നത്, ശലോമോനാണ്. എങ്കിൽ തന്നെ അദ്ദേഹം അതിനു മുമ്പ് പറയുന്നൊരു വാചകമുണ്ട്, ദൈവമേ സകലവും നിങ്കിൽ നിന്നല്ലോ വരുന്നത്, നിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങി നിനക്ക് തരുന്നതേ ഉള്ളൂ. ഇതാണ് പ്രതിഷ്ഠ. സകലവും ദൈവത്തിങ്കിൽ നിന്നാണ് വരുന്നത്, അവൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങി അവന് തന്നെ കൊടുക്കുന്നു. ഇതാണ് സത്യത്തിൽ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഉടമസ്ഥാവകാശം ദൈവത്തിന് നമ്മൾ തിരിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെതാണ് ആ ഉടമസ്ഥാവകാശം നമ്മൾ സ്ഥിരീകരിക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ഈ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. നമ്മളെല്ലാം ദൈവത്തിൽ നിന്ന് വന്നവരാണ്. ആ ദൈവികമായിട്ടുള്ള നമ്മുടെ തേജസ് അതിനെ പ്രതിഷ്ഠിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ പ്രതിഷ്ഠാ പെരുന്നാളിൽ കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ഒരു ആശയം, പ്രതിഷ്ഠിക്കപ്പെട്ടവൻ്റെ ഭൂതകാലം അത് വിസ്മരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അവൻ്റെ ചില ഭൂതകാലത്തിലെ ചില വീഴ്ചകളൊക്കെ ദൈവം വിസ്മരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രതിഷ്ഠാ പെരുന്നാളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്ന രണ്ടാമത്തെ ഒരു സന്ദേശം. മക്കാബിയറുടെ പുസ്തകം 2 മക്കാബിയർ 10-ന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇവർ ഈ പുനർപ്രതിഷ്ഠ നടത്തിയപ്പോൾ ജനമെല്ലാം ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യം, 2 വർഷം കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ബലി അർപ്പിച്ചിട്ട്. അവർ സാഷ്ടാംഗം വീണിട്ട് പറയുകയാണ്, ഇത്തരം ദുരിതങ്ങൾ മേലിൽ ഞങ്ങൾക്ക് വരുത്തരുതേ. എപ്പോഴെങ്കിലും ഞങ്ങൾ പാപം ചെയ്താൽ ഞങ്ങളെ എല്ലാവർക്കും ക്ഷമാപൂർവം നല്ല ശിക്ഷണം നൽകി ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവദൂഷകരായിട്ടുള്ള കിരാതവരായവരുടെ കൈകളിൽ ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണമേ. ദൈവദൂഷകരായിട്ടുള്ള കിരാതവരായവരുടെ കൈകളിൽ ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. അപ്പോൾ പ്രതിഷ്ഠിക്കപ്പെട്ടവൻ്റെ ഈ ഭൂതകാല ചരിത്രത്തിലെ വീഴ്ചകളും ആ കുറവുകളും ഒക്കെ ആയിരിക്കാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന പഴയ നിയമ ചരിത്രത്തിൽ അവർ വിജാതീയരാൽ പീഡിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഓരോ പ്രതിഷ്ഠ നടത്തി കഴിയുമ്പോഴും ഒരു മനുഷ്യന് ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ കുമ്പസാരത്തിലൂടെ അടുത്ത് വരുമ്പോൾ, പുനർപ്രതിഷ്ഠ നടത്തപ്പെടുമ്പോൾ ഇത് അവൻ്റെ കഴിഞ്ഞ കാലത്തിലെ വീഴ്ചകൾ എന്താണോ അത് ദൈവം വിസ്മരിക്കുന്നു എന്നുള്ളതാണ്.
അതാണ് നമ്മൾ വിവാഹ കൂദാശയിൽ കിരീടം വാഴ്വിൻ്റെ സദറായിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ, നീ കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു, എന്നാൽ ശിഷ്യാർഗന്മാരോടുള്ള പ്രതികാരങ്ങളിൽ നീ ഉദാസീനതയും അലസതയും ദീർഘക്ഷമയും കാണിക്കുന്നു നമ്മൾ കാണുന്നത്. അപ്പോൾ ഓരോ പ്രതിഷ്ഠാ പെരുന്നാളും ഒരു അനുതാപത്തിൻ്റെ ഒരു വഴിത്താരയാണ് നമുക്ക് തുറന്നു തരുന്നതെന്ന് നമ്മൾ മറക്കരുത്. അതുകൊണ്ടാണ് ഈ പ്രതിഷ്ഠാ പെരുന്നാളിലൂടെ അനുതാപത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം കഴിഞ്ഞ ആഴ്ച ശുദ്ധീകരിച്ച സഭ ഒരു അനുതാപത്തിൻ്റെ അവസ്ഥയിലൂടെ പ്രതിഷ്ഠിക്കപ്പെടുവാനായിട്ടാണ് വരുന്നത്. ആ പാവനിയായ സ്ത്രീ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കുന്നതായ ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ബെങ്കൽ ഭരണി മുഴുവനും തച്ചുടച്ച് ദൈവസന്നിധിയിൽ കണ്ണീരുകൊണ്ട് തൻ്റെ യേശു തമ്പുരാൻ്റെ കാലുകൾ കഴുകുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇങ്ങനെയൊക്കെ ആയിത്തീരുന്ന ഒരവസ്ഥയല്ലേ യഥാർത്ഥ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. നമ്മളെ തന്നെ കഴുകി ശുദ്ധീകരിക്കുന്ന ഒരവസ്ഥ. എന്താണ് ഈ ശുദ്ധീകരണത്തിന് ശേഷം പ്രതിഷ്ഠ നമുക്ക് സഭ ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അതിൻ്റെ നല്ലൊരു ഉത്തരം വിശുദ്ധ വിവാഹ കൂദാശയിലെ നമ്മൾ വായിക്കുന്നതായ ലേഖന ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് എഫേസ്യ ലേഖനം 5-ാം അധ്യായമാണല്ലോ നമ്മളന്ന് വായിക്കുന്നത്. അതിലിങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ സഭയെ വിശുദ്ധീകരിക്കേണ്ടതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി അവളെ കറയോ ചുളിവോ മറ്റു യാതൊരു കുറവോ ഇല്ലാത്തവളായി മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കേണ്ടതിനാണ്. അപ്പോൾ സഭയെ ദൈവസന്നിധിയിൽ തന്നെ പ്രതിഷ്ഠിക്കാൻ തക്കവണ്ണം ആദ്യം അതിനാണ് ജലം കൊണ്ട് കഴുകി വചനത്തിൽ വെണ്മയുള്ളതാക്കി തീർക്കുന്നത്. അപ്പോൾ ആദ്യം വിശുദ്ധീകരണം, അതിനുശേഷമാണ് പ്രതിഷ്ഠ എന്നുള്ളത് എത്രയോ അർത്ഥവത്താണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ രണ്ട് സന്ദേശങ്ങൾ, ഒന്ന് നാമും ചിലയിടങ്ങളിലെങ്കിലും പുനർപ്രതിഷ്ഠിക്കപ്പെടേണ്ടവരല്ലേ. പ്രതിഷ്ഠ നമ്മുടെ കഴിഞ്ഞാണ്, ദൈവസന്നിധി പ്രതിഷ്ഠിച്ചതാണ്. വിശുദ്ധ മൂറോൻ അഭിഷേകത്തിലൂടെ ദേവാലയവും നമ്മളാകുന്ന വിശ്വാസികളും ഒരു ദേവാലയമായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടാണ്. ചിലയിടങ്ങളിലെങ്കിലും ഒരു പുനർപ്രതിഷ്ഠ ആവശ്യമല്ലേ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുക, പുനർപ്രതിഷ്ഠ നടത്തി ക്രിസ്തുവിങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടമസ്ഥാവകാശം, പ്രതിഷ്ഠ ചെയ്താൽ പിന്നെ ഉടമസ്ഥൻ്റേതാണ്. ആർക്കു വേണ്ടിയാണോ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ആ ആളുടെയാണ്. ആ ഉടമസ്ഥാവകാശം ക്രിസ്തുവിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചില ഭൂതകാല വീഴ്ചകൾ, കഴിഞ്ഞ കാലത്തിലെ ചില വീഴ്ചകൾ ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നു. നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറുന്നു എന്നുള്ളൊരു സന്ദേശം കൂടി നമ്മൾ മനസ്സിലാക്കുക. ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.